ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരङ्गैस्तुष्टुवांसस्तनूभिर्व्यसेमदेवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु ॐ शान्ति शान्ति शान्तिः। परीक्ष्य लोकान् कर्मचितान् ब्राह्मणो निर्वेदमायात् नास्त्यकृतकृतेन ज्ञानार्थं स गुरुमेवाभिगच्छेत् समित्पाणिः श्रोत्रियं ब्रह्मनिष्ठम्। ലോകാൻ പരീക്ഷ്യ, ലോകങ്ങളെ പരീക്ഷിച്ചിട്ട്. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പരി ആസമന്താത് ഈക്ഷിത്വ ഈക്ഷണം കൃത്വ ആസമന്താത് എല്ലാ പ്രകാരത്തിലും എല്ലാ നിലയ്ക്കും നോക്കിയിട്ട്. എല്ലാ നിലയ്ക്കും നോക്കുക എന്നുള്ളതിനാണ് പരീക്ഷണം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഈക്ഷണം ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ എല്ലാ കോണുകളിലൂടെയും എല്ലാ നിലയ്ക്കും എല്ലാ പ്രകാരത്തിലും നിരീക്ഷിക്കുന്നതാണ് പരീക്ഷിക്കുക എന്ന് പറയുന്നത്. അവിടെ ഗുണദോഷ വിചാരം ചെയ്യണം, കാര്യകാരണ ഭേദങ്ങളെ മനസ്സിലാക്കണം, ഓരോന്നിൻ്റെയും ഗ്രാഹ്യത്യാജ്യതകളെ അളക്കണം. പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എന്തിനെ പരീക്ഷിക്കണം? ലോകങ്ങളെ, ലോകം അനുഭവമണ്ഡലം. അവിടെ നമ്മുടെയൊക്കെ അനുഭവമണ്ഡലങ്ങൾ കർമ്മചിതങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആർക്കും ഒരനുഭവവും കാരണമില്ലാതെ വരില്ല. ഏതനുഭവം ഉണ്ടെങ്കിലും ഏത് കാര്യമുണ്ടെങ്കിലും അതിന് കാരണമുണ്ടാകണം. ആകസ്മികം എന്നൊന്ന് ഇല്ല. പലപ്പോഴും നമ്മൾ ബുദ്ധിശൂന്യമായിട്ട് ആകസ്മികം എന്ന പദം പ്രയോഗിക്കാറുണ്ട്. ആകസ്മികമായി സംഭവിച്ചു, ആകസ്മികമായി സംഭവിച്ചു. ആക്സിഡൻ്റ് എന്നൊരു വാക്ക് തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആക്സിഡൻ്റ് ഇല്ല, ആകസ്മികമില്ല. ഒരു കാര്യം ഉണ്ടെങ്കിൽ കാരണം ഉണ്ടാവണം, കാരണത്തിനേ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഏതേത് ലോകങ്ങൾ, അനുഭവ മണ്ഡലങ്ങൾ ഇപ്പോൾ സിദ്ധമാണോ, അത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ, ഈ ഭൂമിയാകട്ടെ സ്വർഗലോകമാകട്ടെ, അതിന് മേപ്പെട്ട് പറഞ്ഞ ബ്രഹ്മലോക പര്യന്തമുള്ള ലോകങ്ങളാകട്ടെ, ഇതൊക്കെയാണ് ഇപ്പോൾ സാധ്യതകൾ. ഈ സാധ്യതയുടെ സകല ലോകങ്ങളെയും നല്ലപോലെ പരീക്ഷിച്ചിട്ട് അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാം. ശരി, ഈ ലോകത്തെ പരീക്ഷിച്ചിട്ട് എന്ന് പറയാം. പക്ഷേ ലഭിച്ചിട്ടില്ലാത്ത സ്വർഗലോകങ്ങളെയും
അത്യുന്നതമായ ബ്രഹ്മലോകത്തെയും ഒക്കെ എങ്ങനെയാണ് പരീക്ഷിക്കുക? മറുപടി, ഈ സ്വർഗലോകങ്ങളും അത്യുന്നതമായ ബ്രഹ്മലോകവുമൊക്കെ നീ എവിടുന്ന് മനസ്സിലാക്കി? ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. അവിടെ ശാസ്ത്രം മാത്രമാണ് പ്രമാണം. അപ്പോൾ ആ ശാസ്ത്രത്തിൽ പറഞ്ഞ അവിടുത്തെ ഗുണദോഷങ്ങൾ നിന്റെ നിരൂപണത്തിന് വിധേയമാകണം. അതേ ഉള്ളൂ. അവിടെ അനുഭവിച്ചിട്ടല്ല, ഈ ലോകത്തിലുള്ളത് അനുഭവിച്ചിട്ടാണെന്ന് പറയാം. അപ്പോൾ പരലോക സംബന്ധമായ സുഖദുഃഖാദികളെ അനുഭവിക്കുന്നില്ലെങ്കിലും നമുക്ക് യുക്തിപൂർവം വിചാരം ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള അനുഭവം അവിടെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇത്രയേ ഉള്ളൂ. യദേവേഹ തദമുത്ര യദമുത്ര തദന്വിഹ. യദേവേഹ തദമുത്ര, ഇവിടെ എന്താണുള്ളത് അത് തന്നെയാണ് അവിടെ. യദമുത്ര തദന്വിഹ, അവിടെ എന്താണുള്ളത് അത് തന്നെയാണ് ഇവിടെ. ഇത് മനസ്സിലാക്കിയാൽ തരക്കേടില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തോ ഉണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിക്കൊണ്ടേയിരിക്കും, ഇവിടെ ഉള്ളതിന് മൂല്യം കൽപ്പിക്കാതിരിക്കും. മലപ്പുറം ജില്ലയിൽ അരീക്കോട് ഭാഗത്ത് ഒരു ആൾ, അയാൾ ഹിന്ദു ധർമാവലംബിയായിട്ട് ജീവിക്കുകയാണ്. എന്താ ഹിന്ദുത്വം, എന്താണതിൻ്റെ ശാസ്ത്രം, അനുഷ്ഠാനം ഒന്നും അറിയില്ല. എന്നാലും പരമ്പരാഗതമായ ചില മാമൂലുകളും വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് വീട്ടിൽ പോരുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അയാൾക്ക് വലിയ താല്പര്യമായി ഒന്ന് മതം മാറി മുസൽമാനാവണം. അങ്ങനെ അയാൾ മുസൽമാനായി, മതം മാറി മുസൽമാനായി. മുസൽമാനായപ്പോൾ അയാൾക്ക് ആഗ്രഹം ഒന്ന് ഹജ്ജ് ചെയ്യണം. അങ്ങനെ ഹജ്ജ് ചെയ്ത് ഹാജിയായി, ഹാജിയാരായി. ഹജ്ജ് ചെയ്തത് അയാൾക്ക് സമൂലമായ മാറ്റം വരുത്തി. ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്ന് അയാൾ നമ്മളെ കാണാൻ വേണ്ടി വന്നു. നിലമ്പൂർ വൈദ്യശാല ഉണ്ട്. ആ നിലമ്പൂർ വൈദ്യശാലയിൽ നമ്മളെല്ലാ മാസവും പോകുമായിരുന്നു. അവിടെ ഒരു ക്ലാസ് ഉണ്ട് തൊട്ടപ്പുറത്തെ ഭജനമഠത്തിൽ. അത് കഴിഞ്ഞാൽ നിലമ്പൂർ വൈദ്യശാലയിൽ ഇരുന്ന് കുറച്ച് വെടി പറയും, രാത്രി അവിടെ കിടന്നുറങ്ങും, പിറ്റേന്ന് രാവിലെ യാത്ര പോകും. അങ്ങനെയായിരുന്നു അക്കാലത്തെ ശീലം. അപ്പോൾ കക്ഷി കാണാൻ വന്നു. കക്ഷിയുടെ ആവശ്യം എന്താ വെച്ചാൽ, അയാൾക്ക് വന്ന മാറ്റം എന്താ വെച്ചാൽ, ഹജ്ജ് ചെയ്തപ്പോഴാണ് മനസ്സിലായി ഞാൻ എന്തിനാപ്പം അങ്ങോട്ട് വന്നത്. അവിടെ ചെയ്തതൊക്കെ തന്നെ ഇവിടെ ചെയ്യണത്. പ്രദക്ഷിണം ചെയ്യുന്നു, ശിലയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു, തീർത്ഥജലം കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, യജ്ഞനിർവഹണ സന്ദർഭത്തിൽ വസ്ത്രം ബന്ധിക്കുന്നത് പോലെ വസ്ത്രം ബന്ധിക്കുക പോലും ചെയ്യുന്നു. ഇതിപ്പോൾ മുഴുവൻ കോപ്പി അടിച്ചതാണ് ഇവിടുന്ന്. അതുകൊണ്ട് ഹജ്ജ് ചെയ്തതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായി, ഇവിടെ വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് ഹിന്ദു ആവണം, തിരിച്ച് ഹിന്ദു ആവണം. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയ പോലെ അല്ല അവിടുന്ന് ഇങ്ങോട്ട് വരിക. മാത്രമല്ല കുറച്ച് സ്വത്തുണ്ട്, സ്വത്തില്ലാച്ചാൽ കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് വേറെ ആരെയും കാണിക്കുന്നില്ലല്ലോ, പുറമെ നിങ്ങൾ ഇപ്പോൾ ഉള്ളൊരു പോലെ തന്നെ ജീവിച്ചോളൂ. മനസ്സുകൊണ്ട് ഓം നമഃ ശിവായ നല്ലോണം ജപിച്ചോളൂ. പുറത്ത് വെള്ളിയാഴ്ചയെങ്കിലും പള്ളിയിൽ പോവുക, നിസ്കരിക്കുക ഒക്കെ ചെയ്യുക. കാരണം അരീക്കോടാണ്. സ്ഥലം നോക്കണം. പിന്നെ പതുക്കെ നിങ്ങൾ സ്വത്തുകളൊക്കെ അവിടുന്ന് മെല്ലെ 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 വിറ്റ്, നന്നായിട്ട് വിൽക്കരുത്, അപ്പോൾ സംശയം തോന്നും, കുറച്ച് ജീവിത പ്രയാസമുണ്ട് എന്നൊക്കെ നാട്ടുകാരെ ഇടയ്ക്ക് അറിയിച്ച് അങ്ങനെ വേണം വിൽക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻ പുറത്താവും. അങ്ങനെ വിറ്റ് മറ്റൊരു സ്ഥലത്ത്, സുരക്ഷിതമായ സ്ഥലത്ത് വാങ്ങുക. എന്നിട്ട് അവിടെ നിന്നാണ്ട് മുങ്ങിക്കോളൂ. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ഞങ്ങളതുപോലെയൊക്കെ ചെയ്തു. ഇതൊരു 90കളിലാണ് ഈ പറഞ്ഞത്. 95, 96, 97 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒരു 30 വർഷമായി.
ഇത് ഈ തത്വം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. യഥേവേഹ തഥമുത്ര, ഏതാ മുത്ര തഥാന്യം. ഇവിടെയുള്ള അവിടെ ഉണ്ട്, അവിടെ ഉള്ള ഇവിടെയുണ്ട്. എന്തിനാ അങ്ങോട്ട് പോകണം? ഇവിടെ ഇരിക്കുമ്പോൾ തോന്നും സ്വർഗത്ത് പോയാൽ തിരക്കേടില്ല. സ്വർഗത്ത് പോയി നോക്കുമ്പോഴോ എന്തിനാ ഇവിടെ വന്ന് ഭൂമി തന്നെ മതിയായിരുന്നല്ലോ എന്ന് തോന്നും. ഈ മന്ത്രത്തിന് വേറെ അർത്ഥമുണ്ട്. പരമാത്മഗതമായിട്ട് യാതൊരു സച്ചിദാനന്ദ ഭാവമുണ്ടോ അത് ജീവഗതമായിട്ടും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വേറൊരർത്ഥം. അപ്പോൾ ഈ കർമ്മഫലങ്ങളായ ലോകങ്ങളെ പരീക്ഷിച്ചു അവയുടെ ഗുണദോഷങ്ങളും ഗ്രാഹ്യത്യാജ്യതകളും വിലയിരുത്തി മാത്രമല്ല എല്ലാ ലോകങ്ങളും കർമ്മചിതങ്ങളാണെന്നും മനസ്സിലാക്കി. കർമ്മചിതമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താ പുതിയൊരു അവബോധം കിട്ടുന്നത്? കർമ്മങ്ങളെല്ലാം ക്ഷണികങ്ങളായതുകൊണ്ട് അഥവാ അനിത്യങ്ങളായതുകൊണ്ട് കർമ്മഫലവും അനിത്യമായേ മതിയാവൂ. അപ്പോൾ ഏത് സ്വർഗാദി ലോകം വന്നാലും അത് അനിത്യമാണ്. ഈ ബോധം ഒരു കഥയുണ്ട്, വെറും കഥ, പ്രാമാണികമായിട്ടുള്ളതൊന്നുമല്ല. ആചാര്യന്മാർ പറഞ്ഞ് തലമുറകളായി കൈമാറിയിട്ടുള്ളൊരു കഥ, പ്രാമാണികമല്ല. എന്നാൽ ആ കഥയൊരു നല്ല കഥയാണ്. ഒരിക്കൽ ദേവേന്ദ്രന് തോന്നി ഇത്രേ ഇപ്പോൾ ഉള്ള കൊട്ടാരമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റീഫർണിഷ് ചെയ്ത് പുതിയൊന്നുണ്ടാക്കി ആക്കണം. അങ്ങനെ വിശ്വകർമാവിനെ വിളിച്ച് ഓർഡർ കൊടുത്തു, ഈ കൊട്ടാരമൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കണം. പോരാ, ഇപ്പോൾ ഇത് പോരാ. ദേവേന്ദ്രൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ അചിന്ത്യങ്ങളായ വൈഭവങ്ങളോട് കൂടിയതാണ്. അത് പോരാന്നൊരു തോന്നൽ. വിശ്വകർമാവിന് നിവൃത്തിയില്ലല്ലോ, ഉണ്ടാക്കല്ലാണ്ട്. ദേവേന്ദ്രൻ ഓർഡർ കൊടുത്താൽ ഉണ്ടാക്കല്ലാണ്ട് നിവൃത്തിയില്ല. പക്ഷെ പണിയും തുടങ്ങിയിട്ടില്ല. അപ്പം ഈ വിവരം നാരദൻ അറിഞ്ഞു അത്രേ. അപ്പം നാരദൻ ഇതിനൊരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് രോമശ മഹർഷിയെയും കൂട്ടി വന്നു അത്രേ. അങ്ങനെ ലോമശന് കൗപീനം പോലും ഇല്ല, ഒന്നുമില്ല, നഗ്നനാണ്. ദേഹം മുഴുവൻ രോമമാണ്, കരടി പോലെ. അതാണ് രോമശൻ. അപ്പോൾ ദേവേന്ദ്രൻ നാരദനെ കണ്ടോട്ടനെ നമസ്കരിച്ചു. അയ്യോ, എന്നെ അല്ലാതെ അവിടെയാണ് നമസ്കരിക്കേണ്ടത്. ആരാത്? ഇത് മഹാമഹർഷിയാണ്, ലോമശനാണ്. ഉടനെ ദേവേന്ദ്രൻ നമസ്കരിച്ചു. ധാരാത് ഇവിടുന്നാണ് വന്നത്, എവിടെയാന്ന്? നാരദൻ നിക്കക്കള്ളിയില്ലാണ്ട് നടക്കുന്ന ആളാ അല്ലേ? നാരദനൊരു സ്ഥിര ആശ്രയമില്ല, അനികേതനാണ് നാരദൻ, ഒരു വാസസ്ഥലമില്ല. പക്ഷെ നാരദൻ എവിടെയും അടുക്കള വരെ കയറി ചെല്ലാം. ആരും നാരദനെ വിലക്കില്ല, എവിടെയും കയറി ചെല്ലാം. അതങ്ങനെ തന്നെയല്ലേ? നികേതനുള്ളവർക്ക് അവനവൻ്റെ നികേതനത്തിൽ ഉറച്ചിരിക്കാനേ പറ്റൂ. മറ്റേ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഏറി വന്നാൽ സ്വീകരണ മുറി വരെ പോവാം. നികേതനം ഇല്ലാത്തവർക്കോ ഏത് അടുക്കളയിലും കിടപ്പുമുറിയിലൊക്കെ പോവാം. അത് സ്വാതന്ത്ര്യം ഉണ്ടാവും, അത് സംശയമില്ല. ഏതായാലും അങ്ങനെയുള്ള നാരദനോട് ദേവേന്ദ്രൻ ചോദിച്ചു, അല്ല ഈ മഹാത്മാവ് ആരാണ്? അദ്ദേഹം ലോമശ മഹർഷിയാണ്, വലിയ ആയുസ്സുള്ള ആളാണ്. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? അതൊക്കെ അങ്ങനെ നേരിട്ട് ചോദിച്ച് മനസ്സിലായിക്കോളും. എവിടെയാണാവോ അവിടുന്ന് താമസിക്കണത്? എനിക്ക് താമസിക്കാൻ ഇടയില്ല. ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ, ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ വശത്ത്, എവിടെയെങ്കിലും റോഡ് സൈഡിൽ കിടക്കുകയാണ്. അയ്യോ, അതെന്താ? അത് ജീവിതം എത്ര നശ്വരമാണ്, വളരെ നശ്വരമല്ലേ ജീവിതം. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊരു സ്ഥാനമൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം ദേവേന്ദ്രൻ വിചാരിച്ചു ഇയാൾക്ക് ആയുസ് കുറവായിരിക്കുന്നു. അപ്പം അങ്ങയുടെ ആയുസ് എത്രയാണ്? അപ്പോൾ രോമശൻ പറഞ്ഞു,
സാമാന്യമായി മനുഷ്യന്മാരുടെ ഒരു സംവത്സരമാണ് ദേവന്മാരുടെ ദിവസം എന്നറിയാമല്ലോ. അങ്ങനെയുള്ള 360 ദേവദിവസമാണ് ഒരു ദേവവർഷം. ആ ദേവവർഷം 12,000 വന്നാൽ, 12,000 ദേവവർഷം വന്നാൽ ഒരു മഹായുഗമായി. ഒരു മഹായുഗം. ആ കാലയളവിൽ 14 മനുക്കന്മാരും 14 ഇന്ദ്രന്മാരും മാറും. ദേവേന്ദ്രനാ പറയണത്. ദേവേന്ദ്രൻ്റെ കാലാവധി കഴിയും. അപ്പോൾ 14 ഇന്ദ്രന്മാരാണ് ഈ 12,000 ദിവ്യവർഷത്തിനിടയ്ക്ക് വന്നു പോവുക. അപ്പോഴത്തേക്ക് അവർ റിട്ടയർമെൻ്റ് ആവും, പുതിയ ആൾ വരും, ചാർജ് എടുക്കും. അങ്ങനെ 12,000 ദിവ്യവർഷം ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ്. അത്ര തന്നെ രാത്രി. അപ്പോൾ 24,000 ദിവ്യവർഷമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. അങ്ങനെ 36,000 ദിവസമായാൽ ബ്രഹ്മാവ് മരിക്കും. അപ്പോൾ എൻ്റെ ഒരു രോമം പോകും. അപ്പോൾ ഒരു രോമം പോകും. ഇന്ദ്രനാകെ ബോധം കെടാനായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് നെഞ്ചിൽ ചെറിയൊരു ഭാഗം കാണിച്ചു കൊടുത്തു. ഒരു ചെറുവിരലിങ്ങനെ കടത്തി വിടാനുള്ള ഭാഗം. ഇത്രയും ഭാഗത്ത് രോമം കൊഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ദേഹം മുഴുവൻ കരടിയെ പോലെ മുഴുവൻ രോമമാണ്, ലക്ഷക്കണക്കിന് രോമങ്ങൾ. എന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞ ജീവിതം വളരെ നശ്വരല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വീട് ഒന്നും വേണ്ടാന്ന് വെച്ചു. ഉടനെ തന്നെ നമസ്കരിച്ച് ദക്ഷിണ കൊടുത്ത് പറഞ്ഞയച്ചു. ദേവേന്ദ്രൻ വിശ്വകർമാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, പുതിയ കൊട്ടാരമൊന്നും വേണ്ട, പൊള്ള തന്നെ മതി, പൊള്ള തന്നെ പലരായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ്. അതൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ തമാശയ്ക്ക് പറയുകയാണ്. ഇതാണ് നമ്മുടെയൊക്കെ സ്ഥിതി. അപ്പോൾ ലോകാൻ പരീക്ഷിക്കുക, ലോകങ്ങളെ പരീക്ഷിച്ച് നല്ലപോലെ പരീക്ഷിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. ആ സംബന്ധാത് ഈ ക്ഷണം കൃത്വം എല്ലാ പ്രകാരത്തിലും നോക്കണം. നമ്മൾ പലപ്പോഴും ഒരു പ്രശ്നത്തെ ഒരു ദൃഷ്ടിയിലാണ് നോക്കുക. ഒരു പ്രശ്നത്തെ ഒരു ദൃഷ്ടിയിൽ നോക്കിയാൽ പോരാ, വിവിധ ദൃഷ്ടികളിലൂടെ നോക്കണം. അവൻ്റെ തലത്തിൽ, അവളുടെ തലത്തിൽ, അവരുടെ തലത്തിൽ എല്ലാം ഒരു പ്രശ്നത്തെ നോക്കണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പൊതുവെ നമ്മുടെ ദൃഷ്ടിയിൽ മാത്രമേ നോക്കുള്ളൂ. അങ്ങനെ എല്ലാ പ്രകാരത്തിലും കർമ്മജനിതങ്ങളായ ലോകങ്ങളെ, കർമ്മം പുണ്യപാപ മിശ്രം, പുണ്യപാപ മിശ്രാത്മകമായ ലോകങ്ങളെ പരീക്ഷിച്ചിട്ട്, അതേതാ, പുണ്യേന പുണ്യം പാപേന പാപം ഉഭാഭ്യാമേവ മനുഷ്യലോകം. ഇതാണ് ലോകങ്ങൾ. പുണ്യത്തിൻ്റെ പൂർണ്ണതയിൽ ഉയർന്ന ലോകങ്ങൾ, പാപത്തിൻ്റെ പൂർണ്ണതയിൽ താഴ്ന്ന ലോകങ്ങൾ, രണ്ടും ചേർന്നാൽ മനുഷ്യലോകം. ഇങ്ങനെയുള്ള ലോകങ്ങളെക്കുറിച്ച് നല്ലതുപോലെ നിരീക്ഷണം ചെയ്ത് ഇത്രയേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുക. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് ബ്രഹ്മ അധീതം അനേന ഇതി ബ്രാഹ്മണ. വേദത്തെ പഠിച്ചവനാണ് ഇവിടെ ബ്രാഹ്മണൻ. ബ്രാഹ്മണ ശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട്. സന്ദർഭം അനുസരിച്ച് ഇവിടെ നമുക്ക് വേദജ്ഞൻ എന്ന അർത്ഥം എടുക്കാം. വേദ താല്പര്യത്തെ മനസ്സിലാക്കിയിട്ടുള്ള ആൾ. നിർവേദമായാത്, നിർവേദത്തെ പ്രാപിക്കണം. നിരുപൂർവകമായ വിദ് ധാതുവിന് എപ്പോഴും വൈരാഗ്യം എന്നുള്ള അർത്ഥം വരിക. നിര് ഉപസർഗത്തിന് ശേഷം വിദ് ധാതു ചേർന്നാൽ അർത്ഥം മാറും, വൈരാഗ്യം എന്നാവും. അപ്പോൾ വിരക്തിയെ പ്രാപിക്കണം.
ഇവിടെ അയാത് എന്നുള്ള പ്രാപിക്കണം എന്നുള്ളത് മാറ്റം വരുത്തി ആയാതി പ്രാപിക്കുന്നു എന്നാക്കിയാൽ നന്നാവും. തിരുത്തരുതേ, അർത്ഥം പറയുമ്പോൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ലോകങ്ങളെ നല്ല പോലെ പരീക്ഷിച്ചിട്ട് നമ്മൾ നമ്മുടെ ലോകങ്ങളെ പരീക്ഷിക്കാറുണ്ടോ എന്നൊന്ന് 5 നിമിഷം ചിന്തിക്കുക. നമ്മുടെ ലോകങ്ങളെ നമ്മൾ പരീക്ഷിക്കാറുണ്ടോ? നമ്മളെ അനുഭവ മണ്ഡലങ്ങളെ എന്തുകൊണ്ട് ഇത് വന്നു, ഇതുകൊണ്ട് എന്ത് കാര്യം, ഇതുകൊണ്ട് എവിടം വരെ എത്താൻ പറ്റും, ഇതിൽ നിന്ന് ലഭിക്കുന്നത് എന്ത്, നഷ്ടപ്പെടുന്നത് എന്ത്, ഇതെൻ്റെ പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് എത്ര കാരണമാകും എന്നിങ്ങനെ ചിന്തിക്കുക നമ്മുടെ ലോകങ്ങളെക്കുറിച്ച്. നമ്മുടെ ലോകം എന്ന് പറയുമ്പോൾ വീട്, കുടുംബം, പതി, പത്നി, സന്താനങ്ങൾ, സ്വത്ത്, പേര്, പ്രശസ്തി, അത് ഇത് പലതും ഉണ്ട്. നമുക്ക് പല ടൈറ്റിൽസും കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ പലതും ഉണ്ട്. അവയെ നിരൂപണം ചെയ്യാം. ഇങ്ങനെ ലോകങ്ങളെ പരീക്ഷിക്കുന്നതിനെക്കുറിച്ച് നല്ല മനോഹരമായൊരു ഒരു ഒരു വിശദീകരണം നമുക്ക് ബൃഹദാരണ്യക ഉപനിഷത്തിൽ ലഭിക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരാൾ ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഒരു വസ്തുത, പുത്രേണ അയം ലോകോ ജയ്യഃ നാന്യേന കർമ്മണ പിതൃലോകഃ വിദ്യയാ ദേവലോകഃ. അത്രയാണ്. പുത്രേണ അയം ലോകോ ജയ്യഃ, മകനെ കൊണ്ട്, മകൻ എന്ന് പറഞ്ഞാൽ മകനാവാം, മകളാവാം, ചുരുക്കി പറഞ്ഞാൽ മക്കൾ എന്ന് പറയാം. മക്കളെ കൊണ്ട് ഈ ലോകം ജയിക്കണം. ഈ ലോകം ജയിക്കണമെങ്കിൽ മക്കൾ വേണം. ഇല്ലേ? എന്താ അഭിപ്രായം? ഈ ലോകം ജയിക്കാൻ മക്കൾ വേണം. മക്കളില്ലാതെ ഈ ലോകം ജയിക്കാൻ പറ്റില്ല. ഈ ലോകം, ഈ സ്വത്തുകൾ, ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല സാധനങ്ങൾ, ഇവിടുത്തെ അനുഭവങ്ങൾ, അത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനെ നടത്താൻ പ്രാപ്തരായ മക്കൾ വേണം. ഒരാൾക്ക് ഈ ലോകത്തെ പറ്റിയൊരു ചിന്തയില്ല, അയാൾക്കൊന്നും പ്രത്യേകിച്ച് സമ്പത്തും ഇല്ല, അയാൾ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് എനിക്ക് സ്വത്തുണ്ട്, വീടുണ്ട്, അതുണ്ട്, ഇതുണ്ട്, വിവാഹം കഴിച്ചു, കുട്ടികളോട്ട് ഉണ്ടായിട്ടുമില്ല, ചികിത്സകളൊക്കെ ചെയ്തു, കുട്ടികൾ ഉണ്ടാവില്ല എന്നും ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്ത് വേണം? എന്നാൽ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാം. അങ്ങനെയാണ്. അത് സന്താനമാണ് ഈ ലോകത്തിൽ. നമ്മളാരെങ്കിലും എതിർക്കാൻ വന്നാലും 4 വർത്തമാനം ചോദിക്കണമെങ്കിൽ കുട്ടികൾ വേണം, എന്നാലേ പറ്റൂ. പുത്രേണയം ലോകോ ജയ്യഃ നാന്യേന, വേറെ ഒന്നിനെ കൊണ്ടും ഈ ലോകം ജയിക്കാൻ കഴിയില്ല. അടുത്തത് കർമ്മണ പിതൃലോകഃ, കർമ്മം കൊണ്ട് പിതൃലോകം ജയിക്കാം. കർമ്മണ പിതൃലോകഃ ജയ്യഃ, കർമ്മം കൊണ്ട് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട് പിതൃലോകം ജയിക്കാം. പിതൃലോകദ്വാര സ്വർഗം. 3 വിദ്യയാ ദേവലോകഃ, വിദ്യ കൊണ്ട് ദേവലോകം. ദേവലോകം ലഭിക്കണമെങ്കിൽ അതിന് കർമ്മം പോരാ, പിന്നെന്ത് വേണം? ഉപാസന വേണം. അപ്പോൾ മക്കളെ കൊണ്ട്, ലൗകികമായ ഉപാധിയെ കൊണ്ട് ഈ ലോകം ജയിക്കണം. കർമ്മം കൊണ്ട് പിതൃലോകം, സ്വർഗാദി ലോകങ്ങളെ ലഭിക്കണം. ഉപാസന കൊണ്ട് ബ്രഹ്മലോക പര്യന്തമുള്ള ദേവലോകം ലഭിക്കണം. ഇത് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉപനിഷത്ത് ഒരാളെ അവതരിപ്പിക്കുകയാണ്. അയാൾ പറയുകയാണ്,
പുത്രോ മേ സ്യാത്, എനിക്കൊരു മകനുണ്ടാവണേ ആഗ്രഹിക്കുകയാണ്. അയാൾക്ക് മകനില്ല, അത് കല്യാണവും കഴിച്ചിട്ടില്ല, മകനുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ ആഗ്രഹിച്ചു, ജായാ മേ സ്യാത്, എനിക്ക് ജായ ഉണ്ടാവണേ. ജായ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വൈഫ്. ആത്മാർത്ഥം പുത്രം പുത്രീം വാ ജനയതി ഇതി ജായ, തനിക്കായിക്കൊണ്ട് പുത്രനെയോ പുത്രിയെയോ ജനിപ്പിക്കുന്നവളാണ് ജായ. തനിക്ക് സന്താനത്തെ നൽകുന്നവൾ ജായ. ഒരു ജായ ഉണ്ടാവണേ എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ആദ്യം ആഗ്രഹിച്ചു പുത്രൻ ഉണ്ടാവണം, പുത്രൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ജായ ഉണ്ടാവണം. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? അയാൾക്ക് ജായയായി പുത്രനുമായി എന്ന് മനസ്സിലാക്കാം. അത് ഉപനിഷത്ത് പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മന്ത്രം വരുന്നുണ്ട്, കുറേ ദൂരത്ത്. കിം പ്രജയാ കരിഷ്യാമോ യേഷാം അയം നോ ലോകഃ, കിം പ്രജയാ കരിഷ്യാമോ, ഈ പ്രജയെ കൊണ്ട് ഞാനെന്ത് ചെയ്യും? ആദ്യം എന്താ പറഞ്ഞത്? എനിക്കൊരു പ്രജ വേണം. യേഷാം നോയം ആത്മായം ലോകഃ, യാതൊന്നെ കൊണ്ട് ഈ ആത്മലോകം ലഭിക്കില്ലല്ലോ, ആത്മസാക്ഷാത്കാരം ലഭിക്കില്ലല്ലോ. മനസ്സിലായില്ല? പ്രജയെ ആഗ്രഹിച്ചു, പത്നിയെ നേടി, പ്രജയെയും നേടി, ഒക്കെ നേടിക്കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് ഈ സന്താനങ്ങളെ കൊണ്ടൊന്നും ആത്മജ്ഞാനം ലഭിക്കില്ലല്ലോ. ആദ്യം മനസ്സിലാക്കിയില്ല, അപ്പം മനസ്സിലായി. എന്നിട്ട് ശ്രുതി പറയുകയാണ്, തേഭ്യോ വ്യുത്ഥായ പ്രവ്രജന്തി, അവയെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് സന്യസിക്കുന്നു. അപ്പോൾ മോനും വേണ്ട, പത്നിയും വേണ്ട, ലോകവും വേണ്ട, പിതൃലോകവും വേണ്ട, ദേവലോകവും വേണ്ട, എല്ലാ ലോകങ്ങളും ഉപേക്ഷിച്ചു. തേഭ്യോ വ്യുത്ഥായ, അവയിൽ നിന്ന് ഉയർന്നിട്ട് അപ്രസക്തമായി തീർന്നു. ഉപേക്ഷിക്കുക എന്നുള്ളത് ലൗകികാർത്ഥം എടുക്കരുത്. ആരെ നീ പോ എന്ന് പറഞ്ഞയക്കണില്ല, മറിച്ച് സ്വയം അതിൽ നിന്ന് ഉയരുകയാണ്. ഇന്നലെ പത്നിയായിരുന്നു, ഇയാളെ സംബന്ധിച്ച് പത്നി അപ്രസക്തമായി, പത്നിയിൽ നിന്ന് ഉയർന്നു. ഇപ്പോൾ ഒരേ വീട്ടിൽ ഒന്നിച്ച് താമസിക്കാം. ലോക്കരുടെ ദൃഷ്ടിയിൽ പതിയും പത്നിയായിരിക്കും, പക്ഷെ ഇയാൾ അതിന് ഉയർന്നിട്ടാണ്. ഇയാൾ പാരമാർത്ഥിക സന്യാസത്തിലാണ്. പ്രവ്രജന്തി, പിന്നെ സന്യാസിക്കുന്നു. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പരീക്ഷ എന്നുള്ളതിൻ്റെ പരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് ഇന്നലെ വരെ പ്രസക്തമായിരുന്ന ഓരോന്നോരോന്ന് അപ്രസക്തമായി പോവുകയും, ഇവിടെ എന്താണോ അത് അവിടെയും, അവിടെ എന്താണോ അത് ഇവിടെയും എന്ന കേവല ബോധത്തിൽ പരിമിതങ്ങളായ പ്രാപ്തികളുടെ നിസ്സാരത മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ ബ്രാഹ്മണൻ, വേദജ്ഞൻ, വിദ്വാൻ വൈരാഗ്യത്തെ പ്രാപിക്കുന്നു. ഈ വൈരാഗ്യം വിദ്വാനേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത ആൾക്ക് ഉണ്ടാവില്ല. അറിവ് വേണം, അറിവുള്ള ആൾ വിരക്തനാവുന്നു.
എന്താണ് വിരക്തിയുടെ സ്വരൂപം? വിരക്തിയുടെ സ്വരൂപം പറയാണ്, നാസ്തി അകൃതകൃതേന, ചെയ്തതിനെ കൊണ്ട് ചെയ്യാത്തത് ലഭിക്കില്ല. എന്താണ് ചെയ്യാത്തത്? അകൃതമായത് എന്താണ്? സ്വർഗലോക പര്യന്തമുള്ള സകല ലോകങ്ങളെ നിരൂപണം ചെയ്താലും അതൊക്കെ കൃതമാണ്, ചെയ്യപ്പെട്ടതാണ്. എൻ്റെ പുണ്യത്തിൻ്റെ ഫലമായി ചെയ്യപ്പെട്ടതാണ് സ്വർഗം. ഉപാസനയിലൂടെയും തപസ്സിലൂടെയും ശ്രദ്ധയിലൂടെയും ഒക്കെ അങ്ങേയറ്റത്തെ അറിവിലൂടെയും ഒക്കെ ചെയ്യപ്പെട്ടതാണ് ബ്രഹ്മലോകം. നേരത്തെ പറഞ്ഞു അത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ചെയ്യപ്പെടാത്തത് എന്ത്? ഏതൊന്ന് ഇന്ദ്രിയങ്ങൾക്കെല്ലാം അവിഷയമായ സർവജഗത് അധിഷ്ഠാനമായ പരമസത്യമുണ്ടോ, പരമാത്മാവുണ്ടോ, ബ്രഹ്മമുണ്ടോ, ആ അകൃതമായത് കൃതമായതിനെ കൊണ്ട് പ്രാപിക്കാൻ കഴിയില്ല. കൃതമായത് യാഗങ്ങളെ കൊണ്ട്, പൂജകളെ കൊണ്ട്, ഹോമങ്ങളെ കൊണ്ട്, പത്നിയെ കൊണ്ട്, പതിയെ കൊണ്ട്, സന്താനത്തെ കൊണ്ട് ഒക്കെ നല്ലതാണ്, അതൊക്കെ വേണം. പക്ഷെ അതുകൊണ്ട് ഈ ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാവില്ല. ഇതാണ് വിരക്തിയുടെ സ്വരൂപം. നോക്കൂ, പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത് നാസ്ത്യകൃതകൃതേന. അപ്പോൾ ഇതിനെക്കൊണ്ട് നേടാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ? ഇല്ല. ഇതിലെ പോയാൽ അവിടെ എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. പിന്നെ ഇതിലെത്തും എന്ന് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് പറയാണ്, തദ്വിജ്ഞാനാർത്ഥം, അതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, സംശയരഹിതമായി അതിനെ അറിയുന്നതിന് വേണ്ടി എന്താ വഴി? സ ഗുരുമേവാഭിഗച്ഛേത്, അവൻ ഗുരുവെ തന്നെ പ്രാപിക്കണം. അഥവാ അവൻ ഗുരുവെ പ്രാപിക്കുക തന്നെ വേണം. നൈഷാ തർക്കേണ മതിരാപനേയ. ഈ ആത്മബുദ്ധി പലര് കൂടിയിരുന്ന് തർക്കിച്ചത് കൊണ്ടൊന്നും കിട്ടാൻ പോണില്ല. വാദേ ജായതേ വസ്തുബോധ എന്നൊക്കെ ശരിയാണ്. വാദത്തിൽ വസ്തുബോധം പ്രകാശിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആത്മജ്ഞാനത്തിന് അതൊന്നും പോരാ. അപ്പോൾ അവിടെ ഒറ്റ വഴിയേ ഉള്ളൂ, ഗുരുനാഥനെ പ്രാപിക്കുക, അറിയുന്നവനിൽ നിന്ന് അറിയുക. വേറെ വഴിയില്ല. ഗുരു ഒരു ദൃഷ്ടിയിൽ പറഞ്ഞാൽ അജ്ഞാനത്തെ നീക്കുന്നവനാണ്. വേറെ ദൃഷ്ടിയിൽ പറഞ്ഞാൽ വ്യക്തമായി ഉപദേശിക്കുന്നവനാണ്. ഗും രാവയതീതി ഗുരു, അന്ധകാരത്തെ നീക്കുന്നവൻ ഗുരു. അല്ലെങ്കിൽ ഗൃ വ്യക്തായാം വാചി, വ്യക്തമായി പറയുക ആണ് ഗൃ ധാതുവിൻ്റെ അർത്ഥം. അതായത് ഗുരുശബ്ദം ഉണ്ടാവുമ്പോൾ വ്യക്തമായി പറയുന്നവനാരോ അവൻ ഗുരു. ആരാണ് വ്യക്തമായി പറയുന്നത്? അനുഭവജ്ഞാനിയാണ്. അനുഭവജ്ഞാനിക്ക് മാത്രമേ വ്യക്തമായി പറയാൻ പറ്റൂ. പഞ്ചസാരയ്ക്ക് മധുരമാണ് എന്നൊരാൾ വായിച്ചു പഠിച്ചു. ജീവിതത്തിൽ അയാൾ പഞ്ചസാര കണ്ടിട്ടുമില്ല, രുചിച്ചിട്ടുമില്ല. പക്ഷെ അയാൾക്ക് ടെക്സ്ച്വൽ നോളജ് ഉണ്ട്, വായിച്ചറിവുണ്ട്. എന്താണ്? പഞ്ചസാരയ്ക്ക് മധുരമാണ്. അയാൾ അയാളുടെ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, എടോ പഞ്ചസാര മധുരമുള്ള വസ്തുവാണ് കേട്ടോ. കോളേജിൽ സ്കൂളിൽ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഉറപ്പുണ്ടോ? ഒരാൾ ചോദിച്ചു, ഒരു കുട്ടി ചോദിച്ചു. ആ ഉറപ്പുണ്ട്.
സത്യം പറ, ഉറപ്പുണ്ടോ? അല്ല, ഞാൻ പുസ്തകങ്ങളിൽ അങ്ങനെയാണ് പഠിച്ചത്. എന്ത്? പഞ്ചസാരയ്ക്ക് മധുരമാണ്. കാരണം ഇന്ന് വരെ രുചിച്ചിട്ടില്ല, കണ്ടിട്ടില്ല പഞ്ചസാര. അപ്പോൾ ഒറ്റ വഴിയുള്ളൂ അവിടെ രുചിക്കുക, അനുഭവിക്കുക. ഇനി സംശയമില്ല, മധുരം തന്നെയാണ്, ഒരു സംശയമില്ല. അനുഭൂതി സമ്പന്നന് സംശയരഹിതമായി പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ അവിടെ ധർമ്മകാമനായിരിക്കണം, ധർമ്മകാമനായിരിക്കണം. അങ്ങനെ ആ ഉപദേശം ഗ്രഹിക്കുന്നതിനായിക്കൊണ്ട് ഗുരുവെ തന്നെ പ്രാപിക്കണം. ലഘുവെ പ്രാപിച്ചിട്ട് കാര്യമില്ല. ഈ ഗുരുവും ലഘുവും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കാരണം ബഹവസ്സന്തി ഗുരവ ശിഷ്യവിത്താപഹാരകാഹ, ശിഷ്യന്മാരുടെ പണത്തെ അപഹരിക്കുന്ന ഗുരുക്കന്മാർ അനേകമുണ്ട്. ഓരോ കെട്ടിറക്കുമ്പോഴും ദക്ഷിണ വാങ്ങണ ഗുരുവുണ്ട്. അതെ, ശബരിമലയിൽ പോകുമ്പോൾ ഓരോ കെട്ടിറക്കുമ്പോഴും രണ്ടാമത് എടുത്ത് വെക്കണമെങ്കിലും ദക്ഷിണയാണ്. നല്ലത് തന്നെ, വേണ്ടത് തന്നെയാണ്. ഇതുപോലെ ഓരോന്നും. ബഹവസന്ധി ഗുരവ ശിഷ്യഹിത വിത്താപഹാരകാഹ, ശിഷ്യന്റെ ധനത്തെ അപഹരിക്കുന്ന ഗുരുക്കന്മാർ ഒരുപാടുണ്ട്. ദുർലഭോയം ഗുരുർദേവി ശിഷ്യഹൃത്താപഹാരകാഹ, ശിഷ്യന്റെ ഹൃദയത്തിൻ്റെ താപം ദുഃഖമില്ലാതാക്കുന്ന ഗുരു വളരെ 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 കുറവാണ്. ഇതാണ് സത്യം. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ പൊടിപ്പിലും പൊങ്ങലിലും പലരുടെ പരസ്യങ്ങളിലും ഒക്കെ പെട്ടുപോകും. നേരത്തെ പറഞ്ഞ കവിളിൻ്റെ തിളക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോയി വീഴും. ആ പാര ചൈതന്യം കേട്ടോ, എല്ലാ ചൈതന്യ സ്വാമിയാണ് അത്. അതുകൊണ്ട് ഗുരുവെ തന്നെയായിരിക്കണം പ്രാപിക്കുന്നത്. ഗുരുവെ പ്രാപിക്കുന്നതിന് മുമ്പ് 1000 പ്രാവശ്യം പരീക്ഷിക്കാം, 1000 പ്രാവശ്യം പരീക്ഷിക്കാം. പക്ഷേ ഗുരുവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഗുരു തന്നെയാണ്. അത് നമ്മളെ മുമ്പിൽ ഒരുപാട് സാധ്യതകളുണ്ട്, മാറി നിരീക്ഷിക്കാനും എല്ലാം. നമ്മൾ ആരുടെയും ഗുരുവാന്നൊന്നും പറയുന്നില്ല. ഞാൻ ആരുടെയും ഗുരുവല്ല, ഒന്നുമല്ല. ഞാൻ മാത്രമാണ്. ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യൻ, അത്രയേ ഉള്ളൂ. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ സമൂഹത്തിൽ, ധർമ്മശാസ്ത്ര പ്രചരണമൊക്കെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഗുരുവായി കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇതെന്തിനവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, കോഴിക്കോട് നമ്മൾ മിടുക്കൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. അത് പേര് മിടുക്കനല്ല, വേറെ പേരാണ്. അയാളെ മിടുക്കൻ എന്നാണ് വിളിക്കുക. ആശുപത്രി എല്ലാത്തിലും എപ്പോഴും ബന്ധപ്പെടുന്ന ആശുപത്രി എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. അപ്പോൾ ഇയാളെ മിടുക്കൻ എന്ന് വിളിക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായിച്ചാൽ, കോഴിക്കോട് 1998 മുതൽ ധർമ്മപ്രഭാഷണ പരമ്പര നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ജനുവരി 12 മുതൽ ഒരാഴ്ചക്കാലം, ദിവസമൊക്കെ പറഞ്ഞു ആർക്കും വരാം. 2 മണിക്കൂറാണ്. കൂടുതലും സംശയ നിവാരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ പരിപാടിയൊക്കെ ആശ്രമത്തെ സംബന്ധിച്ച് ഈ പരിപാടി നടത്താനുള്ള കാശൊന്നുമില്ല.
ആശ്രമത്തെ സംബന്ധിച്ച് ഈ പരിപാടി നടത്തിയിട്ട് എന്തെങ്കിലും ലാഭം കിട്ടുകയും വേണ്ട, പക്ഷെ നഷ്ടം സഹിക്കാനുള്ള കഴിവ് ഇല്ല. അപ്പം എല്ലാവരോടും അവനവൻ സാധിക്കണത് ചെയ്യണം എന്ന് പറയും. ഇപ്പം നമ്മൾ ഇവിടെ നടക്കുന്നുണ്ട്, ഇപ്പോൾ 5 ദിവസത്തെ പ്രഭാഷണം വരുമ്പോൾ എന്തൊക്കെ ചിലവുണ്ടാവും ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ ചിലവുണ്ടാവും? ഏറ്റവും അധികം പരസ്യം, വലിയ ബോർഡുകൾ, ചെറിയ ബാനറുകൾ, ചെറിയ പോസ്റ്ററുകൾ, വലിയ ബോർഡുകൾ, ഇതൊക്കെ സജ്ജീകരിക്കാനുള്ള ചിലവ്. പിന്നെ നോട്ടീസ് അടിക്കാനുള്ള ചിലവ്. അങ്ങനെ പ്രിൻറ്റിങ്, അഡ്വർടൈസ്മെൻ്റ് എന്നുള്ള വിഭാഗമാണ് ഏറ്റവും അധികം വരിക. പിന്നെ അവിടുത്തെ ലൈറ്റ്, സൗണ്ട് വിത്ത് ജനറേറ്റർ എല്ലാം. പിന്നെ അല്ലറ ചില്ലറ ചിലവുകൾ വേറെ വരും. കോഴിക്കോടൊക്കെ വെച്ചാൽ മൈതാനത്തിൻ്റെ വാടക എല്ലാം വരും. പിന്നെ ഗൃഹസമ്പർക്ക ചിലവുകൾ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, അവിടെ നല്ലോണം വരും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാവും. പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ അയ്യോ ഇത് അദ്വൈതാശ്രമമാണ്, ചിദാനന്ദപുരി സ്വാമി അവിടുത്തെ സ്വാമിയാണല്ലോ, അപ്പോൾ സ്വാമിക്ക് പ്രശ്നമൊന്നുമില്ല. മറ്റുള്ളവരെ ക്ഷണിക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് ദക്ഷിണ കൊടുക്കണം ഇല്ലേ? നല്ല ദക്ഷിണ കൊടുക്കണം, പിന്നെ അല്ലാണ്ട് എങ്ങനെയാണ്? ഒരു നമ്മളിവിടെ ഒരു സപ്താഹം നടത്താൻ നിശ്ചയിച്ചു വെച്ചാൽ ഒരാളുടെ ഗ്രേഡ് അനുസരിച്ച് ആദ്യം തന്നെ ദക്ഷിണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, എന്നിട്ടേ വരും, അല്ലാണ്ട് വരില്ല. 5 ലക്ഷം, 2 ലക്ഷം, അങ്ങനെ പല റേറ്റുണ്ട്. അതൊന്നുമില്ല. അപ്പം നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്യണത്. അപ്പോൾ എന്ത് വേണം? നടത്തിക്കൊണ്ടുപോകാനുള്ള പൈസ ഓരോരുത്തരും അവനവൻ്റെ പങ്ക് സമർപ്പിക്കണം. അങ്ങനെ എല്ലാവരും അവരവരുടെ പങ്ക് സമർപ്പിച്ചാൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ എത്ര സമർപ്പിക്കണം? ഏകദേശം ഒരു കണക്ക് നമുക്കുണ്ടാവണം. നമ്മൾ ലോകത്ത് ജീവിക്കുന്നവരല്ലേ. ഇന്നത് വാടകയ്ക്ക് എടുത്താൽ എത്ര ഉറുപ്പ്യ ഉണ്ടാവും, ഇന്നത് വാടകയ്ക്ക് എടുത്താൽ എത്ര ഉറുപ്പ്യ ഉണ്ടാവും എന്നൊക്കെ അറിയാനുള്ള കഴിവ് നമുക്കുണ്ടല്ലോ. അങ്ങനെയാണ് സാമാജികങ്ങളായ കാര്യങ്ങൾ നടന്നു പോകുക, എല്ലാ കാര്യങ്ങളും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുരുമേവ അഭിഗച്ഛേത്, എങ്ങനെ സമിത് പാണിഹി, അതാണ് ഈ പറഞ്ഞത്. മിടുക്കൻ്റെ കഥ പോയി, മിടുക്കൻ്റെ കഥ പോയി നമ്മൾ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. മിടുക്കൻ എങ്ങനെയുണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ വർഷവും ഇതുപോലെ ഓരോരുത്തർ ദക്ഷിണ വയ്ക്കും, അങ്ങനെയാണ് നടന്നു പോണത്. അത് മറന്നുപോയി. ഈ ദക്ഷിണ വയ്ക്കുമ്പോൾ അതിൽ ഒരു കവറ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ പേരെഴുതിയ കവറാണ്. എന്നാൽ ഈ കക്ഷിയെ കണ്ടിട്ടേ ഇല്ല. ആരാണ് ഈ കക്ഷി എന്നറിയില്ല. സാമാന്യം കുറച്ചൊരു വലിയ സംഖ്യ ഉണ്ടാവും കവറിൻ്റെ ഉള്ളിൽ. ഒരു 1 ലക്ഷം രൂപയെ കുറയാത്ത സംഖ്യ കവറിലുണ്ടാവും. പക്ഷെ ആരാണിത് കക്ഷി? കണ്ടിട്ടില്ല. അങ്ങനെ വർഷങ്ങൾ 1, 2, 3, 4, 5, 6 ഒക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ അടുത്ത് വന്ന് ഒരു ദീർഘദണ്ഡ നമസ്കാരമൊക്കെ ചെയ്ത് ഈ കവർ തന്നു. എടാ, നിങ്ങളായിരുന്നല്ലോ ഈ കവറിൻ്റെ ഉടമസ്ഥൻ, നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അതെ സ്വാമി, ഞാൻ സ്ഥിരമായിട്ട് സ്വാമിയുടെ പ്രഭാഷണം കേൾക്കാറുണ്ട്. നിങ്ങളെ ഞാൻ ഇപ്പോഴാണല്ലോ ആദ്യമായിട്ട് കാണുന്നത്. അതെ, ഞാൻ സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പം നിങ്ങളിത് എല്ലാ കൊല്ലവും ദക്ഷിണ കൊടുക്കാറുണ്ടല്ലേ? ഉണ്ടല്ലോ, വെക്കാറുണ്ട്. പിന്നെ വെക്കണ്ടേ, നമ്മുടെ കർത്തവ്യമല്ലേ. പക്ഷെ നിങ്ങൾ ഇതുവരെ അടുത്ത് വന്നിട്ടില്ലല്ലോ. ഇല്ല.
ആദ്യമായിട്ടാണ്. അപ്പം നിങ്ങൾ ഇത്രയും കാലം നിരീക്ഷിക്കുകയായിരുന്നു ഇല്ലേ? 6-7 കൊല്ലം ഇയാൾ പറയുന്നത് പ്രവർത്തിക്കുന്ന ആളാണോ, പ്രവർത്തിക്കുന്നത് പറയുന്ന ആളാണോ, അല്ല കള്ളനാണോ എന്ന് നിരീക്ഷിക്കുകയായിരുന്നു അല്ലേ? അതെ, മിടുക്കാൻ. അങ്ങനെയാണ് അയാളെ മിടുക്കാൻ വിളിക്കുന്നത്. അതെ, അയാൾ ആശ്രമത്തിന് എല്ലാ കാര്യങ്ങളിലുണ്ട്. ഇപ്പം ആശ്രമത്തിൻ്റെ ട്രസ്റ്റിലടക്കം മിടുക്കനുണ്ട്, ആശ്രമത്തിൻ്റെ കമ്മിറ്റിയിലും മിടുക്കനുണ്ട്, കമ്മിറ്റിയിൽ ഉള്ളത് കൊണ്ട് ട്രസ്റ്റിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇത് ശ്രദ്ധിക്കണം, പരീക്ഷിക്കണം നല്ല പോലെ. അങ്ങനെ പരീക്ഷിച്ച് അയാൾക്ക് മനസ്സുകൊണ്ട് തൃപ്തിയായിട്ടാണ് അയാൾ അടുത്ത് വന്നത്. അതുവരെ അടുത്ത് വന്നിട്ടില്ല. അറിയാത്തതിൽ പോയി ചാടി വീഴുന്നില്ല, അഗ്നിയിൽ ഈയാമ്പാറ്റകൾ എന്ന പോലെ. ചിലതിലൊക്കെ വീണ് കഴിഞ്ഞാൽ വീണത് തന്നെയാണ്, പിന്നെ രക്ഷപ്പെടാനും വിഷമമാണ്. പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കും, പ്രശ്നവും ആകെ. പൈസ ചോദിച്ചാലും പ്രശ്നമല്ല, വേറെ പലതും ചോദിച്ചാലാ പ്രശ്നം. അതൊക്കെ വലിയ പ്രശ്നമാണ്. പിന്നെ ചിലതൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ പുറത്ത് പറയാനും പറ്റില്ല. കൂട്ടുകാരോട് പറയാൻ പറ്റുമോ? ഇല്ല. ഭർത്താവിനോട് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ ഭർത്താവ് എന്നുള്ള വാക്കാണേ പറഞ്ഞത്, ശ്രദ്ധിക്കുക. ഭാര്യയോട് പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ നേറി ഉള്ളിൽ കൊണ്ടടക്കുക തന്നെ, അതേ പറ്റൂ. എന്നൊക്കെ ഞാൻ ആത്മാവിനെ കാണിച്ചു തരാം, യാതൊരു സംശയവും. ആത്മാവിനെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 1,00,000 രൂപ തന്നാൽ മതി, ഇന്ന് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി കാണുകയും ചെയ്യും. എന്താ കാണാണ്ട്? കാണും, ഉറപ്പായിട്ട് കാണും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഗുരും ഏവ അഭിഗച്ഛേത്, ഗുരുവെ തന്നെ പ്രാപിക്കണം, ഗുരുവാണെന്ന് അറിയണം. ലഘുവിൻ്റെ അടുത്ത് ഗുരുവാന്ന് വിചാരിച്ച് പോയാൽ പ്രശ്നമായി. നമ്മൾ വലിയ ഗുരുവാന്ന് വിചാരിച്ച് അടുത്ത് കുറേ കാലം ഇടപഴകുമ്പോഴാണ് മനസ്സിലാവുക, അയ്യോ ഇയാൾ വെറും ലഘുവാണല്ലോ, ഇയാളെയാണല്ലോ ഞാൻ ഗുരുവായി കണക്കാക്കിയത്. അങ്ങനെ സംഭവിക്കും. അടുക്കുംതോറും മഹിമാബോധം കൂടി വരും ശരിയായ ഗുരുവാണെങ്കിൽ. ദൂരെ നിൽക്കുമ്പോൾ മഹിമാബോധം ഉണ്ടാവും, അതൊക്കെ അടുത്തടുത്ത് തുടങ്ങുമ്പോൾ മനസ്സിലാവും ഇത് പൊള്ളയാണല്ലോ സംഗതി, ഇതിലൊന്നും ഇല്ലല്ലോ, ഇതെല്ലാം വീർപ്പിച്ചു വെച്ച ബലൂൺ പോലെയാണല്ലോ. അവിടെ നമ്മളാകുന്നു, ലഘുവാണ്. ഗുരുമേവ അഭിഗച്ഛേത്. രണ്ടാമത്തേത് ഗുരും അഭിഗച്ഛേദേവ, ഗുരുവെ പ്രാപിക്കുക തന്നെ വേണം. അല്ലാതെ നീ സംശയത്തോടു കൂടി ഇരുന്നാൽ പോരാ. തത് വിജ്ഞാനാർത്ഥം, അതിനെ അറിയുന്നതിന് വേണ്ടി ഗുരും അഭിഗച്ഛേദേവ, ഗുരുവെ പ്രാപിക്കുക തന്നെ വേണം. സ്വാനുഭവത്തിൻ്റെ ദൃഢതയിൽ നിന്ന് വ്യക്തമായി ഉപദേശിക്കാൻ കഴിയുന്ന, തദ്വാര അജ്ഞാനാന്ധകാരത്തെ നീക്കാൻ കഴിവുള്ള ആളാണ് ഗുരു. ആരാ ഗുരു? എങ്ങനെ പോകണം ഗുരുവിൻ്റെ അടുത്ത്? സമിത് പാണിഹി, കയ്യിൽ സമിധ എന്തിയിട്ട്. ഇയാൾ കർമ്മങ്ങളെല്ലാം ചെയ്ത് പൂർത്തിയാക്കി പരീക്ഷിച്ച് അതിലർത്ഥമില്ല എന്ന് മനസ്സിലാക്കി അതിനപ്പുറത്ത് ഇച്ഛിക്കാൻ പോവുക. പിന്നെ എന്തിനാ സമിധ എടുക്കണത്? ഹോമകുണ്ടത്തിൽ ഹോമിക്കേണ്ടുന്ന സമിധകൾ. മറുപടി ഒന്ന്, ഗുരുനാഥനാണ് നിർദ്ദേശിക്കുക. ഇനിയും നീ സമിധ ചെയ്യണോ ഇല്ലയോ എന്നുള്ളത് ഗുരു നിർദ്ദേശിക്കും. 2, ഗുരുകുലം നിർവഹിച്ചു പോകുന്നതിനായി കൊണ്ടുള്ള സമർപ്പണം ചെയ്യേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. ഈ ഗുരുകുലം നടന്നു പോകണം, അവിടെ ഹോമം ചെയ്യുന്നവരുണ്ട്, അവർക്കെല്ലാം വേണ്ടി സമിധ സമർപ്പിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്.
മൂന്നാമതായി, അഗ്നിയിൽ ഹോമിക്കപ്പെടുന്ന സമിധ എങ്ങനെയാണോ കത്തിച്ചാമ്പലാവുന്നത്, വെണ്ണീറാവുന്നത്, തൻ്റെ വ്യക്തിഭാവം മുഴുവൻ ഇല്ലാതാവുന്നത്, അതുപോലെ ഗുരുവിൽ സമർപ്പിതമായി തൻ്റെ വ്യക്തിഭാവം മുഴുവൻ വെന്ത് വെണ്ണീറാവണം. അവിടെ ഞാൻ വേറിട്ട് നിൽക്കുന്നില്ല. എല്ലാം, ലജ്ജയടക്കം എല്ലാം പോണം. അന്യകൽപ്പനകൾ പോണം. തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേ സമിത്പാണിഃ. ഇനി അവിടെ സമിധ എന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് സമിധ എന്ന് തന്നെ പറയാതെ എന്തെങ്കിലും ഉപഹാരദ്രവ്യവുമായി പോകണം. ആ ഉപഹാരദ്രവ്യം അവിടത്തേക്ക് പ്രയോജനം ഉള്ളതായിരിക്കണം. അത് ശ്രദ്ധിക്കണം. നമ്മൾ ഒരു കുട്ടിയെ കാണാൻ പോവുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഉപകാരമുള്ള വസ്തുക്കൾ കൊണ്ടുകൊടുക്കണം, അല്ലേ? ഗൃഹസ്ഥനായിട്ടുള്ള ആളെ കാണാൻ പോകുമ്പോൾ ഗൃഹസ്ഥന് ചോദിച്ചത്. അതുകൊണ്ട് ഒരു വീട്ടിൽ കൂടലിനൊക്കെ പോവുകയെന്ന് വെച്ചാൽ നിങ്ങൾ സത്സംഗം മാസികയുടെ വാർഷിക എഴുതി കൊടുത്തോളൂ. എന്താ കുഴപ്പം? 600 രൂപ നല്ലതാ. സന്യാസിയെ കാണാൻ പോകുമ്പോൾ നമ്മളൊരു ദക്ഷിണ വയ്ക്കുന്നു. ഗൃഹസ്ഥനായ ഗുരുവെ കാണാൻ പോകുമ്പോൾ ഒരു ദക്ഷിണ വയ്ക്കുന്നു. ഗൃഹസ്ഥനായ ഗുരുവെ കാണാൻ പോകുമ്പോൾ പൂർണ്ണമായ ഐശ്വര്യത്തിൻ്റെയും സഫലതയുടെയും ഒക്കെ ഭാവം കാണിക്കാൻ വെറ്റിലയും അടക്കയും വയ്ക്കുന്നു. സന്യാസിയായ ഗുരുവെ കാണാൻ പോകുമ്പോൾ വെറ്റില അടക്കയും വയ്ക്കുന്നില്ല. അവനത് പ്രയോജനരഹിതമാണ്. ഗൃഹസ്ഥന് താമ്പൂലം വേണം. എത്ര പേര് താമ്പൂലം കഴിക്കാറുണ്ടെന്ന് അറിയില്ല. കഴിക്കണം, നല്ലതാണ്. ദിവസം മുറുക്കുന്നത് നല്ലതാണ്. ദിവസം 2 നേരം മുറുക്കുന്നത് നല്ലതാണ്. ഞങ്ങളവിടെ ഉപനിഷത്ത് ക്ലാസ് ഉണ്ടായി. എന്താ ഉണ്ടായത്? ദിവസം മുറുക്കണം എന്നാണ് സ്വാമി പറഞ്ഞത്. എടാ, ബാക്കി എന്തൊക്കെ പറഞ്ഞു, അക്കൂട്ടത്തിൽ ഒന്നല്ലേ ഇത് പറഞ്ഞത്. ദിവസം മുറുക്കണം നല്ല, രോഗങ്ങൾ പരമാവധി കുറയും. നല്ല വെറ്റില, നല്ല ചുണ്ണാമ്പ്, നല്ല അടക്ക കഴിഞ്ഞു. അവിടെ അപ്പുറത്തേക്കില്ലേ, പിന്നെ ഏലമോ ചുക്കോ കുരുമുളകോ കൽക്കണ്ടമോ തേനോ എന്ത് വേണമെങ്കിലാവാം. ആ അതെ, ക്യാൻസർ ഫാമിംഗ് ആണ്. ആയിക്കോട്ടെ, എന്താ അത് കൊടുക്കണം, അത് കഴിക്കണം. അടയ്ക്ക മാത്രം കഴിക്കാൻ പറഞ്ഞില്ലല്ലോ. വെറ്റിലയിൽ ചുണ്ണാമ്പ് പുരട്ടി അതിലടക്കയിട്ട് അതിൽ സാധ്യതയനുസരിച്ച് ഏലം, കറയാമ്പൂ, കൽക്കണ്ടം, തേൻ ഒക്കെ ചേർത്തിട്ട് കഴിച്ചോളൂ എന്നല്ലേ പറഞ്ഞത്. പച്ചക്കർപ്പൂരം ഇടണം. ഇതൊക്കെ നല്ല. പച്ചക്കർപ്പൂരം അധികമാവരുതേ, ഇതൊക്കെ മാത്രം ഉണ്ടേ. അധികം പച്ചക്കർപ്പൂരം കഴിച്ചു കഴിഞ്ഞാൽ എല്ലും പല്ലും ഒക്കെ പൊടിയും. അധികം അടയ്ക്ക കഴിച്ചാൽ ദോഷകരങ്ങളായ കോശങ്ങളുടെ വളർച്ച വർദ്ധിക്കും. ഇതിനൊക്കെ കണക്കുണ്ട്, പാകമുണ്ട്. ആ ഒരു കണക്കിൽ ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ്. ദിവസവും ഇന്നോട്ട് മുറുക്കാൻ തുടങ്ങിക്കോളൂ. അപ്പോൾ സന്യാസിക്ക് താമ്പൂലം നിഷിദ്ധമാണ്. ആരെങ്കിലും സന്യാസി മുറുക്കണ കണ്ടാൽ അയാൾ സന്യാസി അല്ല എന്ന് പറഞ്ഞേക്കരുതേ. അയാൾ ഔഷധമായിട്ടോ മറ്റോ കഴിക്കുകയാണോ എന്ന് നമുക്കറിയില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ അരക്കഷ്ണം ശാസ്ത്രവും പിടിച്ചിട്ട് എല്ലാവരെയും അളക്കാനും തൂക്കാനും പോകരുത്.
അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ദിവസം കൊളത്തൂർ വേദാന്ത ക്ലാസ്, എല്ലാ അവസാനത്തെ ഞായറാഴ്ചയും വേദാന്ത ക്ലാസ് ഉണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആർക്കും വരാം, ഏത് പാലക്കാട്ടുകാർക്കും വരാം. അവസാനത്തെ ഞായറാഴ്ചയാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. നല്ല ക്ലാസ്സാണ്. അതെ, തമാശയല്ല. അപ്പോൾ ഒരു ദിവസം അവിടെ വെച്ചിട്ട് എന്തോ പറഞ്ഞപ്പോൾ ശൗചത്തെക്കുറിച്ച് പരാമർശമായി. പല വിഷയങ്ങൾ വരുമല്ലോ. അപ്പോൾ ഇവിടെ തന്നെ എന്തൊക്കെ വിഷയം വന്നു, മുണ്ടകത്ത് നിന്ന് മാറിയിട്ട് അങ്ങനെ ശൗചം എന്നുള്ളതിനെക്കുറിച്ച് വന്നു. അപ്പോൾ ശൗചം പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും നിന്ന് മൂത്രമൊഴിക്കരുത്, ഇരുന്നിട്ടേ മൂത്രമൊഴിക്കാൻ പാടുള്ളൂ. നിന്നിട്ട് മൂത്രമൊഴിക്കരുത്. എന്താ ചെയ്യുക? അതുപോലെ മൂത്രമൊഴിച്ചാൽ ശൗചം ചെയ്യണം, കഴുകണം. നല്ല ശുദ്ധജലം ഉപയോഗിച്ച് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ കഴുകണം. പുരുഷനായാലും കഴുകണം, സ്ത്രീ ആയാലും കഴുകണം, ആരായാലും കഴുകണം. ഇതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം നമ്മൾ എവിടെയോ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോകാനുണ്ട്. അപ്പോൾ വണ്ടിയിൽ ചില വേദാന്തികൾ കയറിപ്പറ്റി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം എത്തിയപ്പോൾ വഴിയോരത്ത് ഒരു പ്രായമുള്ള ഒരാൾ നിന്ന് മൂത്രമൊഴിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വണ്ടിയിലിരിക്കുന്ന വേദാന്തിയിൽ ഒരാൾക്ക് ധാർമ്മിക രോഷം. എന്ത് സംസ്കാരമില്ലായ്മയാണ് കാണിക്കണത്? സ്വാമി കണ്ടില്ലേ എന്ത് നിന്ന് മൂത്രമൊഴിക്കണത്? ഇവർക്ക് സംസ്കാരം വേണ്ടേ? ഞാൻ ചോദിച്ചു, എൻ്റെ കൂട്ടാ, എന്ത് വിഡ്ഢിത്തരാ നീ പറയണത്? അയാൾക്ക് ഇരിക്കാൻ പറ്റുമെന്ന് നിനക്കറിയോ? അയാളുടെ കാലിൻ്റെ മുട്ടിന് അല്ലെങ്കിൽ കാലിൻ്റെ മുകൾ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാൾക്ക് നടക്കാൻ തന്നെ ചിലപ്പോൾ മര്യാദയ്ക്ക് വയ്യാത്ത ആളായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിങ്ങനെ പരിശ്രമിക്കായിരിക്കും അയാൾ. അയാൾക്ക് പ്രൊസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ ചില പ്രകാരത്തിൽപ്പെട്ട വികാസം വന്നാൽ അത് സഹിച്ച അയാൾ എങ്ങനെയൊക്കെയോ നിന്ന് ഞെക്കിപ്പിടിച്ച് മൂത്രം ഒഴിക്കുകയാണ്. നിനക്കറിയോ അത്? അപ്പം നീ അല്പശാസ്ത്രം വെച്ചിട്ട് എല്ലാവരെയും അളക്കാനായോ? ശാസ്ത്രത്തിൽ പറയുന്നത് സാമാന്യം മാത്രമാണ്. ശാസ്ത്രത്തിൽ പറയുന്നത് സാമാന്യം മാത്രമാണ്. വിശേഷമായിട്ട് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലായിക്കൊള്ളണം. നിന്ന് മൂത്രമൊഴിക്കേണ്ടി വേണ്ടി വരില്ലേ? അവിടെ നിന്നോ നീ മൂത്രമൊഴിക്കരുതേ, കാലിൽ തെറിക്കില്ല നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല, ഒന്നും കാര്യമില്ല. ഇത് സ്കൂൾ പഠിച്ചിട്ടുണ്ടോ? നന്നായി. ഹലോ, ഇതിനെ പാൻസ് ഇട്ടാലോ? എല്ലാവരും കൂടി പറഞ്ഞാൽ ഒന്നും കേൾക്കൂല. പൊതുസ്ഥലത്ത് അതൊരു ചോദ്യമാണ്. അത് മാറ്റണം. നമ്മൾ ഇരുന്ന് യൂറോപ്യൻ ആംഗ്ലോ ഇന്ത്യൻ ക്ലോസറ്റിലിരിക്കണ പോലെയല്ല, സാധാരണ ഭൂമിയിലിരുന്ന് മൂത്രമൊഴിക്കണ പോലെ ഒഴിച്ചാലേ ഈ രണ്ട് ഭാഗത്തെയും തുടയുടെയും ഈ ഭാഗത്തെ മസിലിൻ്റെയും പ്രഷർ കൊണ്ട് പെൽവിക് മസിൽ പൂർണ്ണമായി അമരുകയും ബ്ലാഡറിലുള്ള മൂത്രം മുഴുവൻ പുറത്തേക്ക് പോവുകയുമുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ ഇരുന്ന് വേണം മൂത്രമൊഴിക്കാൻ, പട്ടി നിന്ന് വേണം മൂത്രമൊഴിക്കാൻ. പട്ടിച്ച നായ, പെൺപട്ടിയാണെങ്കിൽ ഇരിക്കുകയല്ല നിൽക്കുകയല്ല എന്നുള്ള മട്ടിലാണ് മൂത്രമൊഴിക്കുക. അപ്പോഴേ മുഴുവൻ ചാനൽ ഡ്രൈ ആവുള്ളൂ. ഓരോ ജന്തുവിൻ്റെയും യൂറിനറി ബ്ലാഡർ എവിടെയാണ് വെച്ചതെന്നുള്ള അനുസരിച്ചിട്ട് വേണം മൂത്രമൊഴിക്കാൻ. മനുഷ്യൻ്റെത് വെച്ചിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ രണ്ട് തുടയും അമർന്ന് ഈ പ്രഷർ ഇങ്ങോട്ട് വന്ന്, അപ്പോൾ രണ്ട് തുടയുടെയും പ്രഷർ ഇങ്ങനെയും വന്നു, ഇരിക്കുമ്പോൾ ഇങ്ങനെയും വന്നു, മുഴുവൻ ബ്ലാഡർ
പുറത്തേക്ക് വെള്ളത്തെ തള്ളും. അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ എല്ലാവർക്കും അത് പറ്റുമോ? ഇല്ല. അപ്പോൾ ആപദ്ധർമ്മം പറ്റുന്നവർക്ക് പറ്റുന്ന പോലെ ചെയ്യണം. അതിന് ഇയാൾ പറയുക സംസ്കാരമില്ലാത്തവൻ നിൽക്കുന്ന മൂത്രം ഒഴിക്കണ കണ്ടില്ല. എന്തൊരു കഷ്ടം അത്. പാവം, അയാൾ എങ്ങനെയോ ഒഴിക്കുക. അയാളൊന്ന് ഒഴിച്ചോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കണത്, അല്ലേ? ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ അല്പങ്ങളായ ഇതും കൊണ്ട് അളക്കാൻ പോകരുത്. ഗുരുമേവാഭിഗച്ഛേത് തദ്വിജ്ഞാനാർത്ഥം. തദ്വിജ്ഞാനാർത്ഥം, അതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി. തദ് ജ്ഞാനാർത്ഥമല്ല, തദ് വിജ്ഞാനാർത്ഥം, അതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി. എന്താണ് ആ പരമസത്യം എന്നുള്ളതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഗുരുമേവാഭിഗച്ഛേത്, ഗുരും അഭിഗച്ഛേദേവ ഉണ്ടർത്ഥം. എങ്ങനെയുള്ള ഗുരുവേ, എങ്ങനെ പ്രാപിക്കണം? സമിത്പാണിഹി, കയ്യിൽ എന്തെങ്കിലും ഉപഹാരദ്രവ്യങ്ങളോടുകൂടി പോകണം, സമിധയോടുകൂടി പോകണം. ഗുരുകുലത്തിൽ ഹോമത്തിനുള്ള ദ്രവ്യമാണത്. തനിക്ക് ഹോമം ചെയ്യണ്ടെങ്കിൽ പോലും ഗുരുകുലത്തിൽ ഹോമം ചെയ്യണം. മറ്റ് ശിഷ്യന്മാരുണ്ട്, അപ്പോൾ അവിടത്തേക്കുള്ള ദ്രവ്യം കൊണ്ടുപോകണം എന്ന് പറഞ്ഞ അർത്ഥം ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി എന്താണോ വേണ്ടത്, നമ്മളാൽ കഴിയുന്നത് നമ്മൾ കൊണ്ടുപോകണം. അരിയാണോ, പച്ചക്കറിയാണോ, പഴമാണോ, ഇന്നതാണോ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ സാധ്യതയ്ക്കനുസരിച്ച്, ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ച്. എല്ലാവർക്കും ഒരു കഴിവുണ്ടാവില്ല. ഒരാൾക്കൊരു ലോഡ് അരി ഇറക്കാൻ പറ്റും, വേറെ ആൾക്കത് പറ്റുമോ? ഇല്ല. അയാൾക്ക് 1 കിലോഗ്രാം കൊടുക്കാനേ പറ്റൂ. മതി. എല്ലാം ചേരുമ്പോൾ പ്രസ്ഥാനം നന്നായി നടക്കും. അങ്ങനെ അവനവനാൽ കഴിയുന്ന വസ്തുക്കളെ സമർപ്പിക്കുക. അത് സമിത്പാണിഹി, വെറും കയ്യോടുകൂടി പോകരുത്. സമ്യക് ഇധ്യതേ അനേന ഇതി സമിത്. നല്ലതുപോലെ അഗ്നി ജ്വലിപ്പിക്കപ്പെടുന്നത് എന്തിനെ കൊണ്ടാണോ അതാണ് സമിത്. ജ്വലിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ വിറക്, നല്ല ഉണങ്ങിയ വിശേഷപ്പെട്ട പ്ലാശിൻ്റെയും മറ്റു പലതിൻ്റെയും വിറകുകൾ, അതായത് വിഹിതങ്ങളായ വിറകുകൾ. ഈ യജ്ഞത്തിന് ഉപയോഗിക്കുന്നത്, യാഗത്തിന് ഉപയോഗിക്കുന്നതൊക്കെ വൈദ്യനും വൈദികനും നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ ഔഷധ ഗുണമുള്ളതായിരിക്കും, ചുറ്റുപാടിനെ ശുദ്ധീകരിക്കുന്നതായിരിക്കും, അങ്ങനെ പല ഗുണങ്ങളും അതിനുണ്ടാവും. എന്തുകൊണ്ടാണ് വിജ്ഞാനം പറയുന്നത്? എന്തുകൊണ്ട് ജ്ഞാനം പറഞ്ഞില്ല? ഇവിടെ വിജ്ഞാന ശബ്ദത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപരോക്ഷ സാക്ഷാത്കാരം എന്നാണ്. അപരോക്ഷ സാക്ഷാത്കാരമാണ് വിജ്ഞാനം. നമ്മൾ ബുദ്ധിതലത്തിൽ പരോക്ഷമായി അറിഞ്ഞാൽ അത് ജ്ഞാനമാണ്. എപ്പോഴാണോ ഗുരുവാക്യവും ശാസ്ത്രവാക്യവും സ്വന്തം പ്രത്യയവും ഒന്നായി, അറിയുന്നവൻ അറിയപ്പെടുന്നത് അറിവെന്ന ത്രിപുടി പോയി, സംശയരഹിതമായ അവബോധം തന്നിൽ ഉറയ്ക്കുന്നത്, അതാണ് വിജ്ഞാനം. വിജ്ഞാനമാണ് മോക്ഷം. ജ്ഞാനം വിജ്ഞാനസഹിതം, ജ്ഞാനം സവിജ്ഞാനം എന്നൊക്കെ ഭഗവാൻ ഗീതയിൽ പല സന്ദർഭങ്ങളിൽ ഈ രണ്ടിനെയും വേർതിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഗുരുശാസ്ത്രങ്ങളിൽ നിന്ന് സാമാന്യം ബുദ്ധിതലത്തിൽ അറിഞ്ഞാൽ ജ്ഞാനം, അത് തന്നെ സംശയവിപര്യങ്ങൾ നീങ്ങി തൻ്റെ അവബോധമായാൽ വിജ്ഞാനം. തദ്വിജ്ഞാനാർത്ഥം, അതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഗുരുമേവാഭിഗച്ഛേത്, ഗുരുവെ തന്നെ പ്രാപിക്കണം. എങ്ങനെ? സമിത്പാണിഹി. ആരെയാ പ്രാപിക്കണ്ടേ? എന്താ ഗുരുവിൻ്റെ ലക്ഷണം? ഇവിടെ ഗുരുവിൻ്റെ 2 ലക്ഷണങ്ങളെ പറയുന്നു. ശ്രോത്രിയം, ബ്രഹ്മനിഷ്ഠം. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരു. ഈ ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ പഠിക്കാം. ഇന്ന് കുറച്ച് നേരത്തെ നിർത്തുകയാണ്. ഓം ഭദ്ര
भद्रं कर्णेभिः शृणुयामदेवाः भद्रं पश्येमाक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनूभिः व्यशेमदेवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाक्षो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु ओम शांति 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 ओम।